ഞാൻ അസീസിയ മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലാണ്. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് സത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയറായി ഇപ്പോൾ ജോയിൻ ചെയ്തതാണ്. 2026 ജനുവരി 1 തീയതി മുതൽ എല്ലാ ദിവസവും ആഴ്ചയിൽ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും പ്ലാസ്റ്റിക് സർജറിയുടെ സേവനം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ആ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്ലാസ്റ്റിക് സർജറി സേവനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്നത് ഒന്നാമതായി കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാവിധ പ്ലാസ്റ്റിക് സർജറി സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരുവിധം പരിഹാരം നൽകാൻ കഴിയുന്നതാണ്. കുട്ടികളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മുച്ചുണ്ട്, മുറി അണ്ണാക്ക് തുടങ്ങി ജന്മവൈകല്യങ്ങൾ പലതുമുണ്ട്. അതിനെല്ലാം ഏകദേശം പരിഹാരം നൽകാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ കൂടാതെ പരിക്കുകൾ മൂലം ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് സർജറി പ്രശ്നങ്ങൾ അതും പരിഹരിക്കാനുള്ള സൗകര്യമുണ്ട്. 24 മണിക്കൂറും പ്ലാസ്റ്റിക് സർജറിയുടെ സേവനം പരിക്കുകൾക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ മറ്റ് പല സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ, മൂക്കിനുണ്ടാകുന്ന വളവ് തുടങ്ങിയവയും, വയറിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും, പിന്നെ മാറിൻ്റെ വലിപ്പത്തിൻ്റെ കുറവ് കൂടുതലൊക്കെ പരിഹരിക്കുന്ന സർജറിയും ഇവിടെ ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ പ്ലാസ്റ്റിക് സർജറിയിൽ ഉള്ള ഒരു പ്രധാന മേഖലയാണ് ഈ കിടപ്പ് രോഗികളുടെ വരുന്ന ശയ്യാവരണങ്ങൾ. സാധാരണ രീതിയിൽ മരുന്ന് കൊണ്ടോ ഓയിൻമെൻറ്റ് കൊണ്ടോ ഒന്നും ഉണങ്ങാത്ത ആഴത്തിലുള്ള ശയ്യാവരണങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഉണക്കാൻ സാധിക്കുന്നതാണ്. ആ അറിവ് എല്ലാവർക്കും ഇല്ല. എന്നാലും ആ അറിവും കൂടി എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കണം. പ്ലാസ്റ്റിക് സർജറി വഴി ശയ്യാവരണങ്ങൾ ഉണക്കാൻ പറ്റുന്നതാണ്. അതും നിങ്ങളെ അറിയിക്കുകയാണ്. എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി സംബന്ധമായ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അസീസിയ മെഡിക്കൽ കോളേജിൽ വരികയോ ബന്ധപ്പെടുകയോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.